ഇപ്പോൾ ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ കാലമാണല്ലോ, നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നല്ല സർവീസ്, റണ്ണിങ് ചാർജസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ അവരുടെ നല്ല പെരുമാറ്റമാണ്. സിറ്റിക്ക് ഉള്ളിൽ തന്നെ പോകാനും അവർക്ക് ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഓട്ടോ ചേട്ടന്മാരുടെ പിടിച്ചുപറിയിടല്ലോ, വായി തോന്നി പോലെയുള്ള റേറ്റ് പറയല്, ആ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഈ ഓൺലൈൻ ടാക്സി സർവീസിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ അടുത്തിടയ്ക്കൊക്കെ സംഭവിച്ചു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഓട്ടോ ചേട്ടന്മാരും അല്ലെങ്കിൽ സാധാരണ ടാക്സി സർവീസ് നടത്തുന്നവരൊക്കെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരെ ശ്രമിച്ച സംഭവങ്ങൾ ഈ അടുത്തിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ ഹൈക്കോടതി അതിൽ ഇടപെടുകയും ചെയ്തു. നിയമപാലകർക്ക് വളരെ സ്ട്രിക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇവരുടെ സെക്യൂരിറ്റിയും നിങ്ങളുടെ ചുമതലയിൽ തന്നെ പെടുന്നു എന്ന് പറഞ്ഞു. എന്താണെങ്കിലും വളരെയധികം ആശ്വാസകരമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ധാർഷ്ട്യം നമുക്ക് വേറെ എവിടെ കാണാൻ കിട്ടും? നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനുള്ളൊരു റിട്ടേണും കിട്ടും. അപ്പോൾ സർവീസ് നന്നാക്കാതെ മറ്റുള്ള നല്ല സർവീസ് കൊടുക്കുന്നവരുടെ മെക്കെട്ട് കയറുക, അതിന് ധാർഷ്ട്യം എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനും ഇതേപോലെ ഒരു ഓൺലൈൻ ടാക്സി സർവീസ് അവൈൽ ചെയ്ത് അതിന് ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു അനുഭവം, ആ അനുഭവത്തിലൂടെ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. സാധാരണക്കാരൻ്റെ കണ്ണുകളിലൂടെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാക്സി ബുക്ക് ചെയ്തു, ഉടനെ തന്നെ വരികയും ചെയ്തു. ഡ്രൈവർ വിഷ് ചെയ്തു. അതൊക്കെ ഇവിടെ വളരെ അൺയൂഷ്വലായിട്ട് നടക്കുന്ന കാര്യമെന്നും കൂടെ പറയണേ. വിഷ് ചെയ്തു, ഞങ്ങൾ തുടങ്ങി. ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ അത്ര സംസാരിക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ലെങ്കിലും പുള്ളി ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരമൊക്കെ തുടങ്ങി. അപ്പോൾ ഡ്രൈവർ പറയുമായിരുന്നു അയാൾ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സീനിയർ കെയർ ഗിവറായിട്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ കീബോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്, മ്യൂസിക് ട്രൂപ്പുണ്ട്, അങ്ങനെ വളരെ ആക്റ്റീവാണ്. അപ്പം ഇറ്റലിയിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാനൊന്ന് ചെവി വട്ടം പിടിച്ചു, ഇത് എന്താണ് പറയാൻ പോണേന്ന്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ചെന്നിട്ട് ഇല്ലീഗലായിട്ട് ഇറ്റലിയിലേക്ക് പോയ കക്ഷിയാണ്. അപ്പോൾ ഇല്ലീഗൽസിന് പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇല്ലീഗൽസിനും ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് എൻട്രി നടത്തി കഴിഞ്ഞാൽ പോലും അതിൽ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാനുള്ള ഒരു വകുപ്പ് അവിടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലുകളിൽ ഇങ്ങനെ മാൻ പവർ, ജയിലിൽ കിടന്ന ഇല്ലീഗൽ എൻട്രി എന്നുള്ള രീതിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട് ആ മാൻ പവർ നശിപ്പിക്കുന്നതിന് പകരം അതിനെ ലീഗലൈസ് ചെയ്താൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ലീഗൽ എൻട്രി ലീഗലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം കൂടെ പുള്ളി സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് ഒരുപാട് നിയമലംഘനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിയമലംഘനം ഇവിടെ മാത്രമൊന്നുമല്ല എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസവും എനിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനൊന്ന് വായ തുറക്കുമ്പോഴാണ് വണ്ടി ഇതേ കിടക്കണു ഒരു കുഴിയിലേക്ക് വീണു. അപ്പോൾ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ബൈക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വണ്ടി ചെന്ന് അതിനകത്തേക്ക് വീഴുന്നത്. ഒന്ന് ആ സിറ്റുവേഷനും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളുടെ പല റോഡുകളും ഈ എന്താ പറയുക, കാൽനട യാത്രക്കാരെ തീരെ കൺസിഡർ ചെയ്യാതെ ഇങ്ങനെ ടാർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ടൂ വീലറുകാരും പിന്നെ ടാർ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ആ ടാറിങ് ഫോർ എവർ ഒന്നും അല്ല, അത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മഴ വരെ ആയിരിക്കും അതിൻ്റെ ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുഴികൾ രൂപപ്പെടും നാച്ചുറലി. ഈ എന്താ പറയുക, റോഡ് എല്ലാ വർഷവും നടക്കുന്നതാണ് റോഡ് നിർമ്മാണവും ഈ കുഴി നിർമ്മാണവും. അപ്പോൾ ഇതിൽ ജീവൻ പൊലിയുന്നത് ഒരുപാട് ജീവൻ പൊലിയുന്നുണ്ട്. കാൽനട യാത്രക്കാരുടെ എന്താ പറയുക, അവരുടെ സെക്യൂരിറ്റി ഇല്ല. പിന്നെ ഈ ടൂ വീലർ ആക്സിഡൻറ്റ്സ്, ഇത്രയധികം ജീവനുകൾ പൊലിയണത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ലേ ഉള്ളൂ എന്ന എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അയാൾ ഉത്തരം പറയാണ്, ഇതേപോലത്തെ അഴിമതി ഇവിടെ മാത്രമൊന്നുമല്ല, അവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനന്മ ചെയ്യും, അതിൻ്റെ ഒപ്പം സ്വന്തം പോക്കറ്റും കൂടെ വീർപ്പിക്കും. അപ്പോൾ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ പുള്ളി പറഞ്ഞു. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അവർ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് അവിടെ ഒരുവിധം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം മാറ്റിയിട്ട് കുറേ ലക്ഷറി സർവീസ് അവർ ആഡ് ചെയ്തു. പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടാവും, അധികാരികളുടെ പോക്കറ്റിലേക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അവർ അഴിമതി ചെയ്യുമ്പോഴും ജനനന്മയങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അഴിമതി ചെയ്യുന്നത്. അപ്പോഴാണ് ഈ നമ്മുടെ റോഡിലൂടെയുള്ള എന്താ പറയുക, പ്രൈവറ്റ് ബസ് ഇങ്ങനെ സൈഡിൽ തട്ടി ശബ്ദമുണ്ടാക്കി, കിളി ഇങ്ങനെ സൈഡിൽ തട്ടി ശബ്ദമുണ്ടാക്കി ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ട് പോകുന്നു. മറ്റ് ഓപ്പോസിറ്റ് സൈഡിലൂടെ ട്രാൻസ്പോർട്ട് ബസ് വരുന്നു, തുരുമ്പ് പിടിച്ച ട്രാൻസ്പോർട്ട് ബസ്സും. എനിക്ക് ചിരിക്കണോ കരയണോ എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. അതിനിടയിൽ ഈ ഡ്രൈവർ കൊണ്ടുവന്ന വേറൊരു ടോപ്പിക്, അത് ഇറ്റാലിയൻ മറൈൻസിൻ്റെ. നമ്മളൊന്നും ആ സംഭവം മറന്നു കാണില്ല. ഇറ്റാലിയൻ മറൈൻ നാവികർ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ വെച്ച് 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ആ ഒരു സംഭവവും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഒക്കെ സാധാരണക്കാരായ നമ്മളെല്ലാവരും തന്നെ കണ്ടിരിക്കുന്നതാണ്.
അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞാൻ തീരെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അതിന് ഇറ്റലിയിലുണ്ടായ പ്രതികരണം, അതും ഇറ്റലിയിലെ സാധാരണക്കാരുടെ ഇടയ്ക്ക്, ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രൈവറെ പോലെയുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ, ദേ ഹാഡ് ടു പേ ദ പ്രൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അവർ പറയുന്നത്, കുറ്റം ചെയ്താൽ, അതിപ്പോൾ മലയാളിയാണെങ്കിലും ഇറ്റലിക്കാരനാണെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷ ലഭിക്കണം. ഒരു മലയാളി അവിടെ വച്ച് കുറ്റം ചെയ്താൽ 7-8 മാസത്തിനുള്ളിൽ അതിൻ്റെ വിചാരണ പൂർത്തിയാക്കി അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ട് ഈ നാവികരെ തിരിച്ചയക്കുന്നില്ല? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരാൾ ഇറ്റലിയിൽ തന്നെയാണ്, പക്ഷേ മറ്റേ ആൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ജസ്റ്റിസ് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ളൊരു സിറ്റുവേഷനിലല്ലേ? അത് ഒരാളുടെ മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ ഇറ്റലിയിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ, ഇതേപോലത്തെയുള്ള ഈ സീനിയർ കെയർ ഗീവർ എന്നുള്ള അതേപോലത്തെ സാധാരണ പോസ്റ്റിൽ നിൽക്കുന്ന കുറേ മലയാളികളെ ഇറ്റലിക്കാരെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പോൾ സാധാരണക്കാരുടെ കഞ്ഞിയിൽ പാറ്റ വീണു. ഇതൊന്നും പുറത്തറിയാത്ത സംഭവങ്ങളായി, അങ്ങനെ വലിയ ഇൻ്റർനാഷണൽ ശ്രദ്ധ ആകർഷിച്ച കാര്യങ്ങളൊന്നുമല്ല. അത് അവരുടെ ഒരു എന്താ പറയുക, പ്രതികരിക്കുന്ന രീതി. അപ്പോൾ അവരങ്ങനെയാണ് പ്രതികരിച്ചത് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, ഇതിനോട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ജുഡീഷ്യറിയുടെ ഇതേപോലത്തെ മെല്ലെപ്പോക്ക് നയം. ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മൾ പേപ്പറിൽ വായിച്ചു, ഈ ജുഡീഷ്യറിയുടെ മെല്ലെപ്പോക്ക് നയത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ വളരെയധികം വികാരാധീനനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന റേഷ്യോ, പോപ്പുലേഷനും ജഡ്ജസും തമ്മിലുള്ള റേഷ്യോ 1 മില്യന് 50 ജഡ്ജസ് എന്നുള്ള റേഷ്യോ 87-ലെങ്ങാണ്ടാണ് ഒരു സജഷൻ വന്നത്. പക്ഷേ അതിന് ഇപ്പോഴും ഒരു മാറ്റം പോലും വന്നിട്ടില്ല. ആ സജഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,000 ജഡ്ജസ് കൊണ്ട് 3 മില്യൺ കേസുകളാണ് അവർ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെല്ലെപ്പോക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്ക് വളരെ അധികം ക്ലിയറാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അദ്ദേഹം ഒരു പോയിൻറ്റും കൂടെ കൂട്ടിച്ചേർത്തു. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ കേസുകളെല്ലാം ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 70,000 ജഡ്ജസെങ്കിലും മിനിമം വേണം. അടുത്ത ചോദ്യം, അപ്പോൾ അപ്പോയിൻമെൻറ്റ് ആര് നടത്തും? ഈ നടത്തേണ്ടവർക്ക്, സാധാരണ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവുമില്ലേ? കാരണം ഓരോ കേസുകളും ഓരോരുത്തരുടെ, ഓരോ സാധാരണക്കാരുടെയും ജീവനാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമൊക്കെ ആയില്ലേ, പക്ഷേ ഓരോ ഫയലുകളിലും കെട്ടിക്കിടക്കുന്നത് ഇവൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇവന് സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമോ സന്തോഷമോ ഒരുത്തൻ അനുഭവിക്കുന്നില്ല. ഈ വർഷങ്ങളോളം നിൽക്കുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ഈ അവസ്ഥ സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിക്കുന്ന അവസ്ഥയല്ലേ? അപ്പോൾ ഇതിന് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വേണം. നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുന്ന വ്യക്തികൾ ജനങ്ങളോട് കടപ്പാടുണ്ട് എന്ന തികഞ്ഞ ബോധ്യത്തോടെ നിയമനിർമ്മാണം നടത്തുകയും രാജ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരില്ലേ? പിന്നെ ഇപ്പോൾ ഈ ഡ്രൈവറുടെ കാര്യം തന്നെ പറയാം. അപ്പോൾ ഇറ്റലിയിലെ കാര്യമാണ് എന്തിന് നമ്മൾ ഇന്ത്യയിൽ പറയുന്നു. ഇന്ത്യ പോലെ വലിയൊരു മഹാരാജ്യവും ഇറ്റലി പോലെ ചെറിയൊരു സ്ഥലവും. ശരി, സമ്മതിച്ചു. ആ ചോദ്യം ഞാൻ അംഗീകരിക്കുന്നു. നമുക്ക് വേറൊരു കാര്യം ചെയ്യാമല്ലോ. നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ, അതായത് ചിലപ്പോൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഡിസ്ട്രിക്റ്റോ ഒക്കെ ആയിട്ട് എടുത്തിട്ട് ആ വികസനം, ഓരോ ഭാഗത്തെയും വികസനം എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ ആ വികസന പരിപാടികൾ അഴിമതിയൊന്നും കൂടാതെ ആ പ്രദേശത്തെ നന്മയ്ക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ ഇതേപോലെ റീച്ച് ഉണ്ടാവില്ല. ഇപ്പോൾ ഇറ്റലിയിൽ ആ ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പെട്ടെന്ന് റീച്ച് വരും, കാരണം ചെറിയൊരു രാജ്യമാണ്. പക്ഷേ ഇതുപോലെ ചെറിയ യൂണിറ്റുകളിലും ഇതേപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ജനനന്മയ്ക്ക് ഉപകാരമാകുന്ന പരിപാടികളും നടന്നാൽ സാധാരണക്കാരന് ആത്മാഭിമാനത്തോടെയും സ്വൈര്യത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചുകൂടെ? എന്നുള്ള ഈ ചിന്തയൊക്കെ ആയിട്ട് ഞാൻ ടാക്സിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി.